ഹായ് കുട്ടീസ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അബീമിസ് ആണ് മക്കൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ എക്സാമിന് ആവർത്തിച്ച് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. അപ്പോൾ വേറൊന്നല്ലടാ, അത് നമ്മുടെ എഡിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ എഡിറ്റിംഗ് എങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് എഡിറ്റിങ്ങിൽ എന്തൊക്കെ മിസ്റ്റേക്കാണ് വരുന്നത്, എങ്ങനെയാണ് ഒരു എഡിറ്റിംഗ് തന്നാൽ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു മോഡലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. താഴെ തന്നിരിക്കുന്ന പാസേജ് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം. ഇതൊന്ന് വായിച്ചേടാ. ഓൺ സാറ്റർഡേ ദേ സ്റ്റാർട്ട് early on the morning and by noon they were at a beautiful secluded spot on the banks of the Yamuna. അപ്പോൾ ഈ ഒരു വരിയിൽ എന്തൊക്കെയോ കുറേ വശപ്പശകളുണ്ടല്ലേ, എന്തൊക്കെയോ കുറേ തെറ്റുകളുണ്ട്. നോക്കിക്കേ. ഓൺ സാറ്റർഡേ ദേ സ്റ്റാർട്ട് ഏർലി ഓൺ ദ മോർണിംഗ്. സാറ്റർഡേയിൽ അവർ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ, ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടാണോ വരേണ്ടത്? ഈ സ്റ്റാർട്ടിന് പകരം ഇവിടെ എന്തായിരുന്നു വരേണ്ടത്? യെസ്, സ്റ്റാർട്ടഡ് എന്നാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഓൺ സാറ്റർഡേ ദേ സ്റ്റാർട്ടഡ് എന്ന് പറയണമായിരുന്നു. കണ്ടോ, ദേ സ്റ്റാർട്ടഡ് ഏർലി ഓൺ ദ മോർണിംഗ് ആണോ? അല്ല, ഏർലി ഇൻ ദ മോർണിംഗ് ആണ്. ഇവിടെ എന്താ വരേണ്ടത്? early in the morning and by noon they were at a beautiful secluded spot on the banks of Yamuna. അപ്പോൾ ഇവിടെ എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു അല്ലേ. ബ്യൂട്ടിഫുളിൻ്റെ സ്പെല്ലിംഗ് എന്താ മക്കളെ? എന്താണ്? BEAUTIFUL, ബ്യൂട്ടിഫുൾ. കണ്ടോ, അപ്പോൾ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നത്. സെക്ലൂഡഡ് സ്പോട്ട് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ യമുന. അപ്പോൾ യമുന എന്ന് പറയുന്നത് ഒരു നദിയാണ്. അപ്പോൾ ഒരു രാജ്യം, ഒരു നദി അല്ലെങ്കിൽ പേരുകൾ ഒക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? യെസ്, ക്യാപിറ്റൽ ലെറ്ററാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ യമുന എന്നുള്ളത് ക്യാപിറ്റൽ വൈയിൽ എഴുതണം. യമുന ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, അത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിക്കേടാ. ദിസ് വാസ് പ്ലേസ് അറ്റ് ദ ഫുഡ് ഹിൽസ് ഓഫ് ശിവാലിക്. ദിസ് വാസ് പ്ലേസ്, അവിടെയും എന്തോ വശപ്പശകില്ലേ. അപ്പോൾ ഇതെന്താണ് ഇവിടെ പ്രശ്നം? ഓർഡർ തെറ്റിപ്പോയി അല്ലേ. ദിസ് പ്ലേസ് വാസ് എന്ന് വേണമായിരുന്നു പറയാൻ. അപ്പോൾ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്? ദിസ് പ്ലേസ് വാസ് അറ്റ് ദ ഫുഡ് ഹിൽസ് ഓഫ് ശിവാലിക് ആൻഡ് ദ ബ്ലൂ വാട്ടർ ഓഫ് ദ റിവർ വാസ് ക്രിസ്റ്റൽ എന്നാണ് കേട്ടോ. ഓക്കെ, ഓഫ് ദ റിവർ വാസ് ക്രിസ്റ്റൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് എഡിറ്റ് ദ പാസേജ് കറക്റ്റായിട്ട് ചെയ്തു. ഓൺ സാറ്റർഡേ ദേ സ്റ്റാർട്ടഡ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് ബൈ noon they were at a beautiful secluded spot on the banks of the river Yamuna. This place was at the foothills of Shivalik and the blue water of the river was crystal clear. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന മിസ്റ്റേക്സ് ഒക്കെ എന്താ മക്കളെ? അതായത് നമ്മളോട് ടെൻസ് അല്ലേ, ടെൻസിൻ്റെ പ്രശ്നങ്ങൾ വരാം. അതല്ലാന്നുണ്ടെങ്കിൽ യെസ്, നമ്മളോട് പ്രിപ്പോസിഷൻസ് ചോദിക്കാം. പിന്നെ എന്താണ്? സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അല്ലേ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നമ്മളോട് ചോദിക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് എന്താണ്? യെസ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നിടത്ത് മിസ്റ്റേക്കുകൾ വരാം, അല്ലെങ്കിൽ ഓർഡറിൽ മിസ്റ്റേക്കുകൾ വരാം. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന മിസ്റ്റേക്കുകൾ അല്ലെ. എഡിറ്റ് പാസേജിൽ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകളാണ് ഈ ഒരെണ്ണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേറൊരെണ്ണം കൂടെ നോക്കാം അല്ലേ. അടുത്തൊരു ആക്ടിവിറ്റിയും കൂടെ നോക്കിക്കേടാ. അമാൻ കം ബാക്ക് യു ഫൂൾ രാദർ ഹേർഡ് ദ ഷൗട്ട്സ്. അപ്പോൾ ഇവിടെയും എന്തോ മിസ്റ്റേക്ക് ഇല്ലേ? അമാൻ കം ബാക്ക് യു ഫൂൾ രാദർ ഹേർഡ് ദ ഷൗട്ട്സ്. ഇവിടെ രാധ എന്ന് പറയുന്നത് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ മിസ്റ്റേക്ക്? നമ്മളൊരു പേര് പറയുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാനല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വേണം? യെസ്, രാധ ഹേർഡ് ദ ഷൗട്ട്സ് അല്ലേ, ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണമായിരുന്നു. നെക്സ്റ്റ് നോക്കിക്കേടാ. ഷീ ഫൗണ്ട് അമൻ കോട്ട് ഇൻ ദ കറന്റ്. All the others was shouting. അങ്ങനെയാണോ? All the others were shouting അല്ലേ, were shouting but dared no one to jump into the water. ഇവിടെ ഓർഡർ മിസ്റ്റേക്ക് ആണല്ലേ. but no one dared എന്ന് വേണം. but no one dared to jump into the current. Radha quickly took off her shoes. ഷൂസിൻ്റെ സ്പെല്ലിംഗ് ഇതാണോ? അല്ല, ഇവിടെ എങ്ങനെ എഴുതണം? SHOES, ഷൂസ്. ആൻഡ് ജംപ്ഡ് ഫ്രം ദ വാട്ടർ എന്നാണോ? വെള്ളത്തിലേക്ക് ചാടി. എങ്ങനെയാണ് പറയേണ്ടത്? ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. അപ്പോൾ ഈ ഒരു പാസേജും നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയാണ്? അമാൻ കം ബാക്ക് യു ഫൂൾ രാദർ ഹേർഡ് ദ ഷൗട്ട്സ്. ഷീ ഫൗണ്ട് അമൻ കോട്ട് ഇൻ ദ കറന്റ്. ഓൾ ദ others were shouting but no one dared to jump into the current. Radha
quickly took off her shoes and jumped into the water. ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്തപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും എഴുത്ത പാസേജിൽ മിസ്റ്റേക്ക് വരിക എന്നുള്ളത് മിസ്സിൻ്റെ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഷുവറായിട്ടും നമ്മളോട് എക്സാമിന് ഒരു എഴുത്ത പാസേജ് ചോദിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.